ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം, അസ്സാം വലൈക്കും എല്ലാവർക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് കൊല്ലം ഷാഫിയെക്കുറിച്ച്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ഷാഫി ഇപ്പം പുതിയതായിട്ട് മറ്റൊരു കല്യാണം കഴിച്ചു എന്നൊരു കാര്യമാണ്. അതും കൊല്ലം ഷാഫി ഓൾറെഡി കല്യാണമുണ്ട്, അത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. ആ ഡിവോഴ്സ് ഒന്നും ആവാതെ തന്നെ വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ കുറേയധികം കമൻറ്റ് നെഗറ്റീവായിട്ട് ഷാഫിക്കെതിരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തിനാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരെ അറിയാതെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല ഷാഫി. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഷാഫി രംഗത്ത് വന്നേക്കുന്നത്. ആൾക്കാർ തെറ്റിദ്ധരിച്ചേക്കുവാണ് ഞാൻ വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ കുറേ അധികം പേരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്നു എന്നാണ് ഷാഫി പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ ഓൺലൈൻ മീഡിയാസ് പോലത്തുള്ള അങ്ങനെയൊക്കെ വ്യാജമായിട്ട് പ്രചരിപ്പിച്ച കുറേയധികം ന്യൂസുകളാണ്. അല്ലാതെ ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ, അതും ഞങ്ങൾ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാതിരുന്നാൽ മതി. ഇങ്ങനെ ഫേക്കായിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കുന്നവരാണ് ഇതെല്ലാം ഉണ്ടാക്കി വിട്ടത്. അല്ലാതെ വേറെ ഞാനോ ഡിവോഴ്സ് ആവാതെ വേറെ കല്യാണം കഴിച്ചൊന്നുമില്ലെന്നാണ് ഷാഫി പറയുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് ഷാഫിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രം കമൻറ്റ്സ് ഇടുക, എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കുറേയധികം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. അത് തിരിച്ചറിഞ്ഞിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക.